ഇന്നലെ ഒരു വിമാന അപകടം ഉണ്ടായി. ഒരൊറ്റ മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല അത്, ആ വിമാന അപകടം ഉണ്ടായ കാര്യം. പിന്നെ എന്തിനാ നമുക്ക് ഈ ടി വിയൊക്കെ എന്തിനാ? ടി വിയിൽ ചുമ്മാ കോലും പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഇല്ലാത്ത നുണ പറയാൻ കേൾക്കാനാണോ ടി വി കാശ് കൊടുത്ത് മേടിച്ച് വെച്ചേക്കണേ, കേബിൾ ഇട്ട് വെച്ചേക്കണത്? അതൊരു ടി വിയിലോ പത്രത്തിലോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അത് യൂട്യൂബ് ചാനൽ കണ്ടതാണ് ഞാൻ, 2-3 ചാനലിൽ. അവർക്ക് കിട്ടി, ടി വിക്ക് പിന്നെ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മാധ്യമങ്ങൾ പിന്നെ എന്തിനാ നടക്കണേ? എന്തിനാ അവർ കോലും പിടിച്ചോണ്ട് നടപ്പുണ്ടല്ലോ, ഇല്ലാത്ത നുണ കൂട്ടിക്കെട്ടുകൊണ്ടാക്കാൻ വേണ്ടിയിട്ട്, രാജ്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. മാധ്യമങ്ങൾ അവർക്ക് നല്ല കാര്യം പറയാനില്ല. എത്ര എണ്ണം മരിച്ചു പോകേണ്ടതായിരുന്നു ആ വിമാനത്തിൽ. ഒരു മലയാളി പാലക്കാട്ടുകാരൻ സമീർ എങ്ങനെ കണ്ട അയാളുടെ പേര്, പാലക്കാട്ടുകാരൻ, അത്താനിക്കൽ. ഒരു 10-36 വയസ്സിൻ്റെ താഴെ ഉള്ള ഒരുത്തൻ, അത് കൂടുതൽ ഒട്ടുമില്ല, 36 വയസ്സിൻ്റെ മുകളിലേക്ക് അവനില്ല. അവനാണ് ചാവേറാകാൻ വന്നത്. വിമാനത്തിൽ ഇരിക്കുന്നവരെ എല്ലാം കൊല്ലണം, അവന് ചാകണം. അവൻ എവിടുന്ന് കോടികൾ മേടിച്ചോണ്ടാവും വന്നേക്കുന്ന? ആര് പറഞ്ഞു വിട്ടതവനെ? ഇത് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം. കേന്ദ്ര സർക്കാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത്. ഇന്ത്യ നശിപ്പിക്കാൻ ഇറങ്ങിയേക്കണാണ്. എങ്കിൽ ഇപ്പം ആർക്ക് കുറ്റം വന്നേനെ? കേന്ദ്രത്തിന് കുറ്റം വന്നേനെ, പ്രധാനമന്ത്രിക്ക് കുറ്റം വന്നേനെ ഇല്ലേ? പ്രധാനമന്ത്രി കയറി ചാടിക്കാൻ ചെന്നതാന്ന് പറയും, ഉരുട്ടിച്ചാടിച്ചതെന്ന് പറയും. അതാ പിന്നെ ഇവിടെ ഈ മാധ്യമങ്ങൾ പിടിച്ചോണ്ട് വരുള്ളൂ ഇവിടെ ഇങ്ങോട്ട്. അത് കേൾക്കാൻ ടി വി കാശ് കൊടുത്ത് മേടിച്ച് വെച്ചേക്കണേ, നുണ കേൾക്കാൻ. ടി വിക്ക് നമുക്ക് ആവശ്യമില്ല ഒരു കണക്കിന്. നമ്മൾ കാശും മുടക്കി കേബിളും ഇട്ട് ടി വിയും കാശ് കൊടുത്ത് മേടിച്ച് വെച്ചിട്ട് മാധ്യമങ്ങളുടെ നുണ കേൾക്കാൻ നമുക്കെന്തിനാ ആവശ്യം? നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ അറിയാനാണ് നമ്മൾ ടി വി മേടിച്ച് വെച്ചത്. അതൊന്നുമില്ല. ഇന്നലെ നടന്ന സംഭവം, ഇന്ന് എന്തായിരുന്നു സ്ഥിതി? കൊച്ചിയിലേക്ക് വന്നതാണ്. കോലാപ്പൂരിന്നോ മലേഷ്യ ജോലി ചെയ്യുന്ന ഒരുത്തരാണ്. പിച്ചും ഭ്രാന്തും ഉള്ളവൻ ജോലി ചെയ്യുമോ? പിച്ചും ഭ്രാന്തും ഉള്ളവൻ ഒരിക്കലും ജോലി ചെയ്യുകയില്ല. അവരുടെ വീട്ടുകാരെയും കണ്ടുപിടിക്കണം, ആ വീട് ഏതാന്ന്. കേന്ദ്ര സർക്കാർ എത്രയും വേഗം ഇത് കണ്ടുപിടിക്കണം, അവനെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടെ ഇട്ടുകൊണ്ട് കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പം പറയും അവന് പിച്ചുണ്ട്, അവന് ഭ്രാന്തുണ്ടായിരുന്നു, അവനൊരു കുഴപ്പമുള്ളവനല്ല എന്ന് വെച്ചാൽ അവരുടെ സ്വന്തക്കാരല്ലേ ഇവിടെ ഇരുന്ന് ഭരിക്കുന്നവരും നമ്മളെ ഭരിക്കാൻ ഇപ്പം ഇല്ലാത്തവരും ഒക്കെ അവരുടെ സ്വന്തക്കാരാണ്. അതുകൊണ്ട് ആ സ്വന്തക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ പറയും അയാൾക്ക് പിച്ചുണ്ടായിരുന്നു, ഭ്രാന്തുണ്ടായിരുന്നു, അതുകൊണ്ടാണ്, അതിനൊരു കുഴപ്പമുള്ളതല്ല, അത് സാരമില്ല. എത്ര എണ്ണം മരിക്കേണ്ടതായിരുന്നു? അതിലുള്ള ഉദ്യോഗസ്ഥരും അതേ കയറിയിരുന്ന ജനങ്ങളും സർവ്വതും മരിക്കണ്ടല്ലോ. അതിൽ ഇരുന്നവരെങ്കിലും പുറത്ത് പറയണ്ടായിരുന്നോ? അവരെന്തുകൊണ്ട് പറഞ്ഞില്ല പുറത്ത്? അതിലിരിക്കുന്നവരപ്പം തന്നെ എല്ലാം എടുത്ത് പുറത്തേക്ക് വിടണ്ടേ? ഒരൊറ്റ മാധ്യമം കണ്ടില്ല. ഈ നുണ പറയാനുണ്ടല്ലോ, റിപ്പോർട്ടർ, പിന്നെ ഏഷ്യാനെറ്റ്, അതുപോലെ കുറേ ചാനലുകളുണ്ടല്ലോ, ജനം ടി വി പോലും പറഞ്ഞു കേട്ടില്ല. ഇവരൊക്കെ ആരെ കാണാൻ, എന്തു പറയാനാണ് അവരിയ്ക്കുന്നത്? കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മാറി, കുറേ പെണ്ണുങ്ങളും കുറേ ആണുങ്ങളും കയറിയിരുന്ന നുണ കേൾക്കാനോ ടി വിക്കകത്തെ? ഒരൊറ്റ എണ്ണം പറഞ്ഞില്ല. എത്ര എണ്ണം മരിക്കേണ്ടതായിരുന്നു അതിലിരുന്ന ആൾക്കാരും ആ ഉദ്യോഗസ്ഥരും അല്ലായിരുന്നെങ്കിൽ. അവൻ ചില്ല് തല്ലിപ്പൊട്ടിച്ചേക്കണം. അതിൻ്റെ അകത്തെ ചില്ലൊക്കെ അതോ എന്തോ സൈസാണെന്നാ, അത് തല്ലിപ്പൊട്ടിച്ചാൽ കാറ്റ് കയറിയാൽ അപ്പം തന്നെ സാധനം തീ പിടിച്ച് താഴെ ചാടും. അപ്പോൾ സർവ്വതിനെ കൊല്ലാനല്ലേ അവൻ കയറുന്നത്. അവന് മരിക്കണമെങ്കിൽ അതിൻ്റെ അകത്തേക്ക് വന്ന് കാരണം അവന് അല്ലാതെ പോയി മരിക്കാൻ മേലായിരുന്നു. അവൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്? ഈ ഭൂമിയിൽ അവന് ആവശ്യമില്ല. അവന് മരിക്കണമെങ്കിൽ അവൻ അവിടെ മലേഷ്യ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ മരിക്കണമായിരുന്നു. അവനിപ്പോൾ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം ആ ജോലി ചെയ്ത സ്ഥലത്തെ. ഇങ്ങനെയൊക്കെ ഉള്ളവന് ഇവന് നല്ല പരിശീലനം കിട്ടിയവനാ, അല്ലാതെ ഒന്നും ഇവൻ വരില്ല. ഇവന് കോടികൾ കിട്ടിയിട്ടുമുണ്ട്, ഇവന് നല്ല പരിശീലനവും കിട്ടിയിട്ടുണ്ട്, അല്ലാതെ അവൻ ഇങ്ങനെ വരത്തില്ല. ഇതാരോ പറഞ്ഞു വിട്ടതാണ് ഇവനെ. അതുകൊണ്ട് എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഇത് അന്വേഷണം വെച്ചാൽ ഉദ്യോഗസ്ഥർ വന്ന് ഇവനെ കൊണ്ടുപോകണം ഇവിടുന്ന്. ഈ നാട്ടിലേക്ക് ഇവനെ ഇനി വിടരുത്. കേരളത്തിലേക്കെന്നല്ല, ഭൂമിയിലേക്ക് അവനെ ഇനി നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെയുള്ളവനെ നമുക്ക് ഭൂമിയിൽ ആവശ്യമില്ല. അപ്പോൾ ഈ എത്രയോ വിളയിന അപകടം ഉണ്ടായി. അതെല്ലാം ഇങ്ങനെയായിരിക്കും. അപ്പോൾ എന്നിട്ട് അവിടെ കേടാ ഇവിടെ കേടാ. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിൽ എന്താ പറയുക? അത് വിമാനത്തിൻ്റെ പഴക്കമാണ്, അത് ഒത്തിരി നാളായതായിരുന്നു, അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ആ മെഷീന് കേടാ, ഈ മെഷീന് കേടാ, ഇത്രയും പറഞ്ഞേനെ.
എന്നുവെച്ചാൽ തെളിവില്ലല്ലോ, എല്ലാം പോയില്ലേ, ഒരാൾ പോലും പറയാനില്ലല്ലോ. അതുകൊണ്ട് അത് വന്നേനെ. പക്ഷെ കഴിഞ്ഞതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണം. എന്തോ അതിൻ്റെ അകത്ത് കയറി ആരോ എന്തോ ചെയ്തതാണ്, അല്ലാതെ ഒരു മെഷീനും കേട് വന്നിട്ടല്ല, പഴക്കത്തിൻ്റെ അല്ല. ഇതിപ്പം ദൈവം ഇത് കാണിച്ചു തന്നു. അതിൻ്റെ പേരിൽ അതിലിരുന്ന ആൾക്കാരും എല്ലാവരും കൂടെ കൂടിയത് കൊണ്ട് അവനെ കിട്ടി. അത് പൊട്ടിച്ച് കാറ്റ് കയറിയിരുന്നെങ്കിൽ ആ സ്ഥിതി ഇന്ന് എന്തായിരുന്നേ സ്ഥിതി? എത്ര പേരുടെ ജീവനാർന്ന് കത്തിക്കരിഞ്ഞ് പോകേണ്ടത് അല്ലേ? എന്തുകൊണ്ടിങ്ങനെ തീവ്രവാദം ഇങ്ങനെ വളർത്തുന്നു? ഇവിടെ ഈ തീവ്രവാദം വളർത്താൻ കൊള്ളാവോ? ഏത് മനുഷ്യർ ഇതുപോലെയുള്ള തീവ്രവാദം വളർത്തുന്നവരെ നമുക്ക് ഭൂമിയിലേക്ക് ആവശ്യമില്ല. അവരെയൊക്കെ കൊണ്ടുപോയി തൂക്കിക്കൊന്ന് കളയുന്നേ, വിട്ടേക്കരുത്. തൂക്കിക്കൊന്ന് കളയണം, വിടരുത് ഏതവനാണേലും. ഇനിയിപ്പോൾ ഇച്ചിരി കഴിയുമ്പം പറയും, അയ്യോ അവന് പിച്ചായിരുന്നു, അവന് ഭ്രാന്തായിരുന്നു, അവന് ഒരു കുഴപ്പമുള്ളവനല്ല, നല്ല വീട്ടുകാരാണ് എന്ന് പറയും. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്വന്തക്കാരവിടെ ഇരുന്ന് ഭരിക്കുന്നവരൊക്കെ എല്ലാ സ്വന്തക്കാരല്ലേ ഭരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വരത്തുള്ളൂ. ഈ കേസ് ഇവിടെ വിടരുത്. എത്രയും വേഗം ഇത് കൊണ്ടുപോകണം. കേന്ദ്ര സർക്കാർ ഇത് അന്വേഷണം വെച്ച് അവനെ ഉദ്യോഗസ്ഥരെ വിട്ട് കൊണ്ടുപോകണം. ഇവനെ വിടരുത് ഇവിടെ. ആ വീട്ടുകാരെയും പിടിക്കണം. ഇങ്ങനെയുള്ള മക്കളെയൊക്കെ എന്തിനു വളർത്തണം നമ്മൾ? എന്തിനാ ഇങ്ങനെയുള്ള മക്കളെ വളർത്തണേ? ചിലപ്പോൾ വീട്ടുകാർക്ക് അറിയില്ലായിരിക്കും. എന്നതാണേലും ഒരു മോന് ചീത്തയായിട്ട് വരുമ്പോൾ ഏറെക്കുറെയൊക്കെ അറിയാം. മലേഷ്യയിൽ എന്തായിരുന്നു എന്ന് അതും അന്വേഷണം വെക്കണം. മലേഷ്യയിൽ ആരെല്ലാം കൊന്നിട്ടുണ്ടെന്ന് അതും അറിയണം. ഇങ്ങനെയൊക്കെ ഉള്ളവന് കുത്തിവെച്ചും ഒക്കെ കൊല്ലാൻ അവന് എവിടെ ആശുപത്രിയിൽ എവിടെയും ജോലി ഉണ്ടായിരുന്നു മലേഷ്യയിൽ. പക്ഷെ അവിടെ ഇവന് അന്വേഷണം വെക്കണം, അല്ലാതെ ഇവനെ വിടാൻ പാടില്ല. എത്ര വേഗം കേന്ദ്ര സർക്കാർ ഇത് ഇടപെട്ട് ഇത് അവനെ ചോദ്യം ചെയ്ത് ഇതെന്താണ്, ഇതാര് വിട്ടു, എവിടെ നിന്ന് വിട്ടു, ഇതെങ്ങനെ വന്നു എന്നെല്ലാം അന്വേഷിക്കണം. അപ്പോൾ ഇവന് ചവിട്ടിപ്പൊളിക്കണമെങ്കിൽ സാധാരണ ചവിട്ടിപ്പൊളിക്കൂലെന്നാണ് പറയണേ. അപ്പോൾ ഇവൻ്റെ കാലിൻ്റെ അടിയിൽ എന്തെങ്കിലും വെച്ച് കെട്ടിക്കൊണ്ടാണോ വന്നതെന്ന് എങ്ങനെ അറിയാം? എന്ത് ചെക്കപ്പാണ്, എന്ത് പരിചയമാണ്? ഒരു പാവപ്പെട്ടവൻ ചെന്ന് കയറിയാലേ ഇല്ലാത്ത ചെക്കപ്പുണ്ടല്ലോ. അപ്പോൾ ഇവനെയൊക്കെ ആര് പറഞ്ഞു വിട്ടാന്ന് ഏറ്റവും അത്യാവശ്യമായിട്ട് അതാണ് നമുക്കറിയേണ്ടത്. പാലക്കാട്ടുകാരനെ മലയാളി, ഇവിടെ കിടക്കുന്ന മലയാളികൾ കുറേ ഉണ്ട് തീവ്രവാദികൾ. ഇന്നാൾ അതുപോലെ തന്നെ പാർലമെൻറ്റ് ആക്രമിക്കണം, അവിടെ വെടിവെക്കണം, അവിടെ കൊല്ലണം, പാർലമെൻറ്റ് അടിച്ചു പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനു വെച്ചോണ്ടിരിക്കണം? അവനൊന്നും ഇവിടെ കൊള്ളുക, ഇവിടെ വേണ്ട. അവൻ നല്ല രാജ്യത്തേക്ക് പൊക്കോട്ടെ. എന്തിനാ അവനെയൊക്കെ ഇവിടെ? നമുക്കിവിടെ ആവശ്യമില്ല അങ്ങനെയുള്ള തന്നെയാണെന്ന്. ഇവിടെ നല്ല നല്ല ആൾക്കാർക്ക് ജീവിക്കണം, എല്ലാ മതക്കാർക്കും ജീവിക്കണം. അത് നല്ല മനുഷ്യരിവിടെ ജീവിക്കണം. ഇങ്ങനെയുള്ള തീവ്രവാദികൾക്ക് നമുക്കിവിടെ ഇടം കൊടുക്കേണ്ട കാര്യമില്ല. അവൻ നല്ല രാജ്യത്തേക്ക് പൊക്കോട്ടെ. അവിടെ പോയി ആക്രമിക്കുകയോ ആക്രമിക്കാതിരിക്കുകയോ അവൻ ഇഷ്ടമുള്ളിടത്ത് ചെയ്യട്ടെ. അവനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകണം. പിന്നെ ഒരു പെണ്ണ്, ആ പെണ്ണിനെയും പിടിച്ചുകൊണ്ട് പോകണം. ആ പെണ്ണൊന്നും നമുക്കിവിടെ ആവശ്യമുള്ള പെണ്ണല്ല. പച്ചത്തെറിയും പറഞ്ഞ് ചീത്തയും പറഞ്ഞ് നടക്കുന്ന ഇതിനെയൊക്കെ ആർക്ക് വേണം? അതുകൊണ്ട് എത്രയും വേഗം ഇത് അന്വേഷണം വയ്ക്കണം. ഒറ്റ മാധ്യമം ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്തിന് ടി വി വേണ്ട, നമുക്ക് പൊതുജനത്തിന് ടി വി വേണ്ടെന്നേ. ഇവന്മാരെവിടെയാണെ പോയി ജീവിക്കട്ടെ, കോലും പിടിച്ചോണ്ട് നടക്കട്ടെ. അവനൊക്കെ ടി വി ഉണ്ടായിട്ടല്ലേ, അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. ഇവനെയൊക്കെ ഉണ്ടല്ലോ, ആദ്യം ഇവനെയൊക്കെ വേണം ഇവിടുന്ന് ഓടിക്കാൻ മാധ്യമങ്ങളെ. ഇവനൊക്കെ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനായിട്ട് കുറേ ചാനലുകാരിറങ്ങിയേക്കണം, ജനങ്ങളെ പൊട്ടം കളിപ്പിക്കാനായിട്ട്. ചാനലുകാർ സത്യസന്ധമായിട്ട് പെരുമാറണം. ഏത് ചാനലാണേലും അത് സത്യസന്ധമായ വാർത്തയും കൊടുക്കണം. മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന വാർത്ത കൊടുക്കരുത്. സത്യസന്ധമായ വാർത്ത കൊടുത്തിട്ട് വേണം ജനങ്ങൾ, അല്ലാതെ അങ്ങനെ പോയിട്ട് നമുക്ക് കാര്യമില്ല. എന്ത് കഷ്ടമാണ്! എത്ര ജനങ്ങളുടെ ജീവൻ പോകേണ്ടതായിരുന്നു. ദൈവമേ, അതുങ്ങൾക്ക് യോഗം ഉള്ളതുകൊണ്ട് അതുങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്തതിന് എല്ലാം പോകുകയല്ലേ. അയ്യോ, കേന്ദ്രത്തിന് കിടക്കുകയും വേണ്ടായിരുന്നു. അവിടെ ഓരോ ബില്ല് വരുന്നു, അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആരോ പറഞ്ഞു വിട്ടതാണ്. അവിടുത്തെ ബില്ല് പാസ്സാക്കാതിരിക്കാൻ വേണ്ടി ആരോ പറഞ്ഞു വിട്ടേക്കണ ഇടപാടാണിത്. അത് നമുക്ക് വേണ്ട ബില്ലുകൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഈ കേരളത്തിലുള്ളവരും പങ്ക് കാണുമെന്ന് നമുക്ക് അന്വേഷിക്കണം. ഇതിൻ്റെ അകത്ത് കേരളത്തിലുള്ളവർക്കും പങ്ക് കാണും. എന്നാണേലും കേരളത്തിലുള്ള ഒരുത്തനാണല്ലോ ഈ പണിക്ക് കയറിയവന്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ മുറ്റത്തോടെ നമ്മൾ ഓർത്ത് ജീവിക്കണം. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത് രഹസ്യ അന്വേഷണം വെക്കണം. ഇവിടെ എത്ര പേരുണ്ടോ അത്രയും പേരുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. രഹസ്യ അന്വേഷണം വെക്കണം. ഇത് കണ്ടുപിടിക്കാതെ നമ്മൾ ഇന്ത്യ മുമ്പോട്ട് പോകാൻ പാടാണ്. നമ്മുടെ ഭാരതം നമുക്ക് വേണം. നമുക്ക് ഭാരതം ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ, നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് എത്രയും വേഗം ഇത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് അവന് തക്ക ശിക്ഷ കൊടുത്ത് അവനെ ഇനി ഈ ഭൂമിയിലേക്ക് നമുക്ക് ആവശ്യമില്ല. അവനെ നമ്മൾ എവിടെയാണെങ്കിൽ കൊണ്ടേ എന്താണെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഞാൻ ഇത്രയും പറഞ്ഞ് ഇപ്പം നിർത്തണം. ഞാൻ ആരുടെയും വൈരാഗ്യത്തിന് പറഞ്ഞല്ല, എനിക്കിത് കേട്ടിട്ട് സഹിക്കാൻ മേലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്.